ഞങ്ങൾ സ്വയം കാദിമാറായതും അല്ല. മറിച്ച് കോഴിക്കോട് ജില്ലയിൽ എന്നെ കാദിയായി ബൈഅത്ത് ചെയ്ത മഹല്ലത്തുകൾ 100-ലധികമുണ്ട്. അതിപ്പോൾ നമ്മുടെ ഓഫീസ് സംയുക്ത ജമാഅത്ത് അതിനൊരു ഓഫീസുണ്ട്. ഈ ഓഫീസിൽ വന്നു നോക്കിയാൽ കാണാം, അതിന് പ്രത്യേകമായ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനുണ്ട്, ഒരു ഫോറം ഉണ്ട്. ആ ഫോറത്തിൽ മഹല്ലിന്റെ പേര്, അവിടുത്തെ കമ്മിറ്റിയുടെ പേര്, പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ആളുകളുടെ പേര്, മഹല്ലത്തിലുള്ള പ്രധാന കാരണവന്മാരുടെ പേര്, ഇതെല്ലാം വെച്ചുകൊണ്ട് വിശദമായുള്ള ഫോറം ഫില്ലപ്പ് ചെയ്ത് അത് പൂരിപ്പിച്ച് ആ ഫോറത്തിൽ ഒപ്പിട്ട് നിങ്ങൾ ഞങ്ങളുടെ കാദിയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും അതനുസരിച്ച് ആ നാട്ടിലുള്ള ഹല്ല് അഖദിന്റെ അധികാരെന്ന് ഷായിൽ പറയുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് എനിക്ക് ഞാനുമായി ബൈഅത്ത് നടത്തുകയും ചെയ്യുമ്പോൾ ആ ചെയ്ത ആളുകൾക്ക് ഞാൻ കാദിയായി തീർന്നു. അതുപോലെ മലപ്പുറം ജില്ലയിലെ ധാരാളം മഹല്ലുകൾ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരെ ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തെ കാദിയാക്കി. തൃശൂർ ജില്ലയിലെ പൂക്കോട്ടങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിലെ നിരവധി മഹല്ലത്തുകൾ അവിടെയുള്ള ഹല്ല് അഖദിന്റെ ആളുകൾ വന്ന് ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തെ കാദിയായി സ്വീകരിച്ചു. അതുപോലെ വയനാട്ടിലും മറ്റെല്ലാ സ്ഥലത്തും അതാണ്. കാദിമാർ വിധിച്ചു കഴിഞ്ഞാൽ അവരുടെ മഹല്ലത്തിലുള്ള ആളുകൾക്ക് അവരുടെ നിയമം സ്വീകരിക്കൽ ബാധകമാണ്. ഒരു മഹല്ലത്തിലെ കാദി സ്പഷ്ടമായ തെളിവുണ്ടായിട്ടും വിധിക്കുന്നില്ല. ആ കാദി വിധിക്കാത്തത് എന്നും മറ്റ് കാരണങ്ങൾ കൊണ്ടാണ്. ഇവിടെ മാസം കണ്ടതായി കാദി വിധിച്ചിട്ടുള്ളത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് മുഴുവനും ആ കാദിയുടെ നിയമം നോക്കാതെ തന്നെ, അദ്ദേഹത്തിന്റെ തീരുമാനം നോക്കാതെ തന്നെ പെരുന്നാൾ ആഘോഷിക്കേണ്ടതും, അഥവാ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ പെരുന്നാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമ്പ് നോൽക്കാതെ ഇരിക്കുക, നോമ്പ് പിടിക്കാതിരിക്കുക, ഇതൊക്കെ നിർബന്ധമാണ്. കാദി അവിടെ ഉണ്ട്. അതുകൊണ്ട് കാദിന്റെ നിയമം വന്നെങ്കിലേ ഞാൻ നോമ്പ് മുറിക്കേണ്ടതുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ളത് കാദി തീരുമാനിച്ചു കഴിഞ്ഞാൽ കാദിയുടെ അടുക്കൽ 2 സാക്ഷി വ്യക്തമായി വന്ന് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ആ കാദി സ്വീകരിക്കണം. ആ കാദി സ്വീകരിച്ച് പ്രഖ്യാപിക്കുന്നത് ആ നാട്ടുകാർക്ക് ബാധകമായി. എന്നാൽ പിന്നെ ഇപ്പോൾ കാദിമാര് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കോഴിക്കോട് കാദിമാര് പറയുന്നത്, ഞാനത് വിശദമായി പറയുന്നില്ലെങ്കിലും 1-2 കാര്യം പറയട്ടെ. ഇവിടെ എത്രയോ സ്ഥലത്ത് മാസം കണ്ടു. മാറാട് വീഴ്ച മാത്രമാണ് പത്രത്തിൽ വന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറമ്പിൽ ബസാർ എന്ന് പറയുന്ന കോഴിക്കോടിനടുത്ത സ്ഥലം, അവിടെ മാസം കണ്ടിട്ട് ആ വിവരവുമായി ഇവിടത്തെ കാദിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ ഇളക്കി വിട്ട് അടിച്ചോയ്ച്ച വ്യക്തി ഇവിടെയുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയുന്നു. ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല, ഞാനൊന്ന് പറയട്ടെ, ഇവിടുത്തെ ചെറിയ കാദിയുടെ മുമ്പിലേക്ക് പറമ്പിൽ ബസാറുകാരൻ മാസം കണ്ട വിവരവുമായി ചെന്നപ്പോൾ ഗുണ്ടകൾ അദ്ദേഹത്തെ മാത്രമല്ല കൂടെയുള്ള ആളുകളെ കൂടി ആട്ടിയോടിച്ച സമയത്ത് ഉണ്ടായിരുന്ന സാക്ഷി ഞങ്ങള് ഗ്രൂപ്പൊന്നുമല്ല. ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പൊന്നുമല്ല. നന്ദിയിലെ സമ്മേളനം നടന്നിട്ട് ഞാൻ ചന്ദ്രിക വെച്ചപ്പോ കണ്ടു
കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ പ്രാർത്ഥന കൊണ്ട് കണ്ണീരൊലിച്ച് നനഞ്ഞുപോയി. ആ കുഞ്ഞിക്കോയ മുസ്ലിയാരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. പരപ്പം പോയി കുഞ്ഞിക്കോയ മുസ്ലിയാരോട്. അയാൾ ഇനി എന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങൾ ആളെ അയച്ച് അന്വേഷിപ്പിച്ചു. വിവരം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, കാളിയുടെ വീട്ടിലേക്ക് പറമ്പിൽ ബസാറുകാരൻ മാസപ്പിറവിയുമായുള്ള വിവരമായി ചെന്നപ്പോൾ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഇനി ഇവിടെ ആ കാര്യത്തെ സംബന്ധിച്ച് ചർച്ചയില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചത് ഞാൻ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല അവിടെ കുറെ ഗുണ്ടകളും കുറെ വഹാബികളും എല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ആട്ടിയോടിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് ആ കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ മൊഴിയുണ്ട്. ആ പറമ്പിൽ വസാറുകാരൻ ഇവിടെയുണ്ട്. ഒരു മാറാട്ട് ബീച്ചിൽ മാത്രമല്ല കണ്ടത്. മാറാട്ട് ബീച്ചിൽ തന്നെ 7 പേര് കണ്ടു. 7 പേര് കണ്ടിട്ട് ആദ്യമായി കോഴിക്കോട് വലിയ കാതി എന്ന് പറയുന്ന കാതിക്കാണ് ആണ് വിവരം കൊടുത്തത് എന്നാണ് ഞാൻ കേട്ടത്. കൊടുത്ത ആൾ തന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞ എന്താണ് മറുപടി? ഇപ്പൊ ഒന്ന് കാണാൻ സാധ്യതല്ല എന്ന് പറഞ്ഞ് ഇതാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത്. 29 കാണാൻ സാധ്യതല്ല എന്ന് ഒരു കാര്യം എങ്ങനെയാ പറയാ? ഇവിടുത്തെ ഒരു അമുസ്ലിം സഹോദരൻ പറഞ്ഞതാണെങ്കിൽ നമുക്ക് വിരോധമില്ല. അദ്ദേഹം കണക്ക് വെച്ച് അദ്ദേഹം ഗോളശാസ്ത്രം നോക്കി മാത്രം പറയുന്നവരായിരിക്കാം. അതേ സമയത്ത് കാളി എന്ന് പറഞ്ഞാൽ മതവിധി പറയുന്ന ആളെന്നില്ലേ അർത്ഥം? അദ്ദേഹം തന്നെ മാറാട്ട് ബീച്ചിൽ ഇപ്പോൾ മാസം കണ്ടവരിൽപ്പെട്ട ചിലർ ശഅബാന്റെ അവസാനം റമദാൻ മാസം കണ്ടത് സ്ഥിരീകരിക്കുകയും അതനുസരിച്ച് മാസം ഉറപ്പിക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ റമദാൻ മാസം 29 ആയി. 29 ആയാൽ മാസം കാണാം എന്ന് ലോക മുസ്ലിംകളുടെ ഏകകണ്ഠമായ തീരുമാനമാണ്. യൗമു ശക്ക് എന്നാണ് ആ ദിവസത്തിന്റെ പേര്. ശക്കിന്റെ ദിവസം, 30ാമത്തെ ദിവസം ശക്കിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ മാസം ഉദിച്ച് കാണാനും സാധ്യതയുണ്ട്, ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ബേപ്പൂർ ഖാദിയുടെ മഹല്ലത്തിലെ ആളുകൾ മാസം കണ്ട് ഖാദിയുടെ അടുക്കൽ പോകുന്നതിന്റെ മുമ്പും അതിനുശേഷവും ഇവിടെ ടെലിഫോൺ ചെയ്തും അല്ലാതെ ആളുകൾ വന്നും പറഞ്ഞപ്പോൾ മാസം കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ത്? സാധ്യതയില്ല എന്ന് പറഞ്ഞതിന് ഇപ്പൊ ഇന്നലെ തിരുത്തിയിട്ട് കണ്ടു. ഞാൻ കണക്ക് സ്വീകരിക്കൂന്നല്ല അർത്ഥം. പക്ഷേ സാക്ഷികളെ വിചാരണ ചെയ്യുന്നതിന് അതൊക്കെ നോക്കണമെന്നോ നോക്കണ്ടെന്നോ തൊഹപ്പ പറഞ്ഞത്? നമുക്ക് നോക്കാം. പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്? മാസം വിചാരണ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വല്ലതീ യത്തജിഹു, ഏറ്റവും ബലമായ അഭിപ്രായം, അന്ന ഷാഹിദ ലാ യുകല്ലഫു ദിക്റു സിഫത്തിൽ ഹിലാലി വലാ മഹല്ലുഹു. മാസം എങ്ങനെയായിരുന്നു, വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ എങ്ങനെയായിരുന്നു എന്ന് ഈ സാക്ഷ്യം വഹിക്കുന്ന ആൾ പറയാൻ അദ്ദേഹത്തോട് കീർത്തിക്കപ്പെടേണ്ടതില്ല. വലാ മഹല്ലുഹു, എവിടെയായിരുന്നു മാസം കണ്ടത് എന്നും അദ്ദേഹത്തോട് പറഞ്ഞ് നിർബന്ധിക്കേണ്ടതില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. എന്നിട്ട് ആദ്യമായി കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇപ്പൊ പത്രത്തിലൊക്കെ വന്നു നോക്കുമ്പോ ഞാൻ കണക്ക് സ്വീകരിക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും ഒന്ന് കണക്ക് പരിശോധിക്കണോ? ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? വലിയ കാതി
ചെറിയ കാതി എങ്ങനെയാണ് വലിയതായത്, എങ്ങനെയാണ് ചെറിയതായത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ കാദിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ആസ്പദമാക്കി നിങ്ങളെ കേൾപ്പിക്കും. ഞങ്ങളതിലൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. വലിയ കാദിയായത് ഇൽമു കൊണ്ടല്ല, വേറെ മഹത്വങ്ങൾ കൊണ്ടല്ല, വേറെ ചില ഭൗതികമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ കാദി ആയതെന്ന് ആ വലിയ കാദി തന്നെ കൺവീനറായി പ്രസിദ്ധീകരിച്ച പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കേൾപ്പിക്കും. അതെല്ലാം ഞാൻ എന്റെ ശേഷം വരുന്ന പ്രാസംഗികന്മാർക്ക് നീട്ടിവെക്കുന്നു. ആകയാൽ ഒരു കാദി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെട്ടവർക്കും അത് വിശ്വാസമാണെന്ന് ബോധ്യപ്പെട്ടവർക്കും മാത്രമേ ബാധകമാകൂ എന്നത് ശരിയാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വേണ്ടി ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അടങ്ങി നിൽക്കുകയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയും. ശക്തമായി അടങ്ങി നിൽക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രേഖകൾ ഉദ്ധരിക്കും. ഞങ്ങൾ രേഖകൾ ഉദ്ധരിച്ച് കിതാബുകൾ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ച നയം ഈ ലോകത്തിന് പഠിപ്പിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ മെല്ലെ തടിയൂരാൻ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച പ്രസംഗിച്ചതിൽ ചില ഭാഗം ഇന്ന് ഏതോ ചില പത്രത്തിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റിപ്പോർട്ട് പത്രങ്ങളിലെത്തിയിരിക്കുന്നു, പത്ര ഓഫീസുകളിലെത്തിയിരിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ പറയുന്നതും അവർ പറയുന്നതും ഒന്നല്ല. 29 ആയാൽ കാണാൻ സാധ്യതയില്ല എന്ന വാക്ക് 100% തെറ്റാകുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാണാൻ സാധ്യതയുള്ള ദിവസത്തിനാണ് 29 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ വിധിച്ചത് ശരിയായില്ലെന്നും ഈ മാസം 28 ആയിട്ടുള്ളൂ എന്നും ഈ കാദിക്ക് വാദമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇന്ന് കാണാൻ സാധ്യതയില്ല എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാസത്തിന്റെ ആദ്യത്തിൽ അദ്ദേഹം വിധിച്ചിട്ടുണ്ട്, അതനുസരിച്ച് 29 ആയിട്ടുണ്ട്. 29 ആയാൽ പിന്നീട് മാസം കാണാൻ സാധ്യതയില്ല എന്ന വാദം ഇവിടെ ഗോളശാസ്ത്രം സ്വീകരിക്കണമെന്ന് പറയുന്ന പുത്തൻവാദികൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കലാണ്. അവർക്ക് അവരെ പിന്താങ്ങലാണ്, അവരുടെ ആശയം ഇവിടെ പ്രചരിപ്പിക്കലാണ്. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അനുവദിക്കുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിദേശികൾക്ക് വിധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വിദേശി എന്ന് പറഞ്ഞാൽ ദേശത്തുള്ളവരല്ലാത്തവരും. അവൻ ബേപ്പൂരിലെ മാസം കണ്ടാൽ ആ ദേശത്തുകാരനല്ലാത്ത കോഴിക്കോട്ട് കാതി വിധിക്കണം. കഴിഞ്ഞ കാലത്തൊക്കെ എന്തിനു വിധിച്ചു? ഇപ്പം വിധിച്ചില്ലെങ്കിലും ഇതിനു മുമ്പ് വിധിച്ചല്ലോ. അയാളെന്നെ പറഞ്ഞു ഞാൻ പല കാലത്തും ബേപ്പൂർ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ചിട്ടുണ്ട്. ദേശത്തുള്ള ആള് കണ്ടാലേ വിധിക്കാൻ പാടുള്ളൂ, ദേശത്തുള്ളവരല്ലാത്തവർക്ക് വിധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യമെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ബോംബെയിലും കൽക്കത്തയിലും ഉള്ളവന്റെ സ്ഥിതിയുണ്ട്. എന്നിട്ട് സാധുക്കളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഭാഷകൾ പറഞ്ഞ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ നിന്ന്
ഉന്മൂലനം ചെയ്യാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും അങ്ങേ അറ്റം പരിശ്രമിക്കുന്ന ഈ ഉൽപ്പതിഷ്ഠു വിഭാഗത്തിന് സഹായിച്ചു കൊടുക്കാൻ ഇനി മേലിലെങ്കിലും ഈ ഖാദിമാർ തൊഴിയരുതെന്നും അതിനൊരുകരുതെന്നും അതിന് ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കുകയില്ലെന്നും ഞങ്ങൾ വ്യക്തമായ നിലക്ക് പറയുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത്, ഇതൊരു വാശിയുടെ സമ്മേളനമായി അല്ലെങ്കിൽ ഒരു വാശിയുടെ പ്രശ്നമായി നിങ്ങൾ എടുക്കരുത്. എന്തിനാണ് മാസപ്പിറവി കണ്ടിട്ട് സ്വീകരിച്ച ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ അവരെ എന്തിനാണ് അടിച്ചോടിക്കുന്നത്? എന്തിനാണ് അവരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്തിനാണ് അവരെ ആക്രമിക്കുന്നത്? മുസ്ലിം സമുദായമേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ജാതീയത്തിന്റെ പേര് പറഞ്ഞ് ഈ ദീനിന്റെ വിരുദ്ധമായ പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ മുജാഹിദുകൾ കണിഞ്ഞു ശ്രമിക്കുകയും അവർ മാളത്തിൽ പോയി ഒളിക്കുകയും ചെയ്ത് കാര്യങ്ങൾ മുഴുവനും നിങ്ങളെ തലയിലിടുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ രാഷ്ട്രീയക്കാരോട് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരെയും പറയുന്നില്ല, ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ട മുഴുവൻ ആളുകളോടും പറയുന്നില്ല. എത്രയോ നല്ല ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്, വിശ്വാസം വന്നവർ അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇവരുടെ വലയിൽ പെട്ടുപോയവരോടും സുന്നികളായ ആളുകളെ അടിക്കുകയും ആക്രമിക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യാൻ മുന്നോട്ട് വന്നവരോടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവരെ വലയിൽ കൊടുങ്ങണ്ട. അവർ പിന്നിൽ നിന്ന് നിങ്ങളാണ് ഇവിടുത്തെ ശരിയ വിരോധികൾ, നിങ്ങളാണ് ദീനിന്റെ വിരോധികൾ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢതന്ത്രമാണ് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഖാദി ഉറപ്പിച്ചിട്ട് ആ ഖാദിന്റെ മഹല്ലത്തിലുള്ള ജനങ്ങൾ നോമ്പ് പെരുന്നാളും കഴിക്കുമ്പോൾ അതല്ലേ ശരി? അപ്പൊ അതിനെതിരെ കൂക്ക് വിളിക്കുന്നവൻ, അതിനെതിരിൽ ബഹളമുണ്ടാക്കുന്നവൻ, അതിനെതിരിൽ അടിക്കുന്നവൻ അവൻ ഇസ്ലാമിന്റെ വിരോധിയാണല്ലോ, അവൻ ശരീഅത്തിന്റെ വിരോധിയല്ലേ, മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരല്ലേ. ഈ ഭിന്നിപ്പിക്കുന്നതിന് എല്ലാം ഇവിടുത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ മുജാഹിദുകൾ ഉൽപ്പതിട്ടുക്കളും അവരെ ചൂട്ടുപിടിച്ചവരും പ്രവർത്തിച്ചു. അവർ മാളത്തിലേക്ക് വലിഞ്ഞിരിക്കുന്നു, നിങ്ങളെ തലയിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഈ രാജ്യത്തെ അങ്ങേയറ്റം കാലാകാലം ഭിന്നിപ്പിക്കുകയും അങ്ങേയറ്റത്തെ അനൈക്യമുണ്ടാക്കുകയും അങ്ങേയറ്റത്തെ ചിത്രതയുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തെയും അതുപോലുള്ള മുഴുവൻ ആളുകളെയും അങ്ങേ അറ്റം ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ഗുണകരമായ കാര്യത്തിൽ അന്യോന്യം സഹായിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. അല്ലാഹു പറഞ്ഞു വതആവനൂ അലൽ ബിർരി വത്തഖ്വാ. അല്ലാഹുവിന് വഴിപ്പെടുന്നതിലും നല്ല കാര്യത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകരമായ കാര്യത്തിലും ശത്രുതയുണ്ടാക്കുന്ന കാര്യത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുതേ എന്നാണ് ലോകത്തിന്റെ സൃഷ്ടാവായ, അഖില ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു നമ്മോട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പെരുന്നാൾ കഴിച്ച സമയത്ത്, പെരുന്നാൾ ആഘോഷിച്ച സമയത്ത് അങ്ങനെയുള്ള ആളുകളെ ആക്രമിക്കുകയോ അടിക്കുകയോ കുത്തുകയോ ചെയ്യാൻ പോയാം അതിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ തൗബ ചെയ്യണം. മേലിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കരുത്. നിങ്ങൾ ഒരിക്കലും അത് അത്തരം നയം സ്വീകരിക്കരുത്. ഈ ലോകത്ത് അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഇതാണ്, വതആവനൂ അലൽ ബിർരി വത്തഖ്വാ. ഗുണകരമായ കാര്യവും തഖ്വയും അതിൽ നിങ്ങൾ അന്യോന്യം സഹായിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകരമായ കാര്യത്തിലും
അതുപോലെ തന്നെ ശത്രുത അന്യോന്യമുണ്ടാക്കുന്ന വിഷയത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്, നിങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത്. ഇതാണ് പടച്ചറബിന്റെ കൽപ്പന, ഇതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. ഈ രാജ്യത്ത് അനൈക്യമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഈ രാജ്യത്ത് ബഹളമുണ്ടാക്കാൻ ശ്രമിക്കരുത്. അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കുന്നത്. അതിനെതിരായി ഏതെങ്കിലും പണ്ഡിതൻ തന്നെ വന്നാലും ഉലമാഉഹും ശർറുമൻ തഹ്ത അദീമിസ് സമാഇ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടുത്ത് ചില പണ്ഡിതന്മാർ അവരായിരിക്കും ഫിത്നയുണ്ടാക്കുന്നവർ, അവരാണ് ഫിത്നയുടെ കാരണക്കാർ എന്ന് പറഞ്ഞ കൂട്ടത്തില് ആരെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾ ഭയപ്പെട്ടു പോകരുതെന്നും അതിന് കൂട്ടുനിൽക്കരുതെന്നും, സത്യത്തിന്റെ പിന്നിൽ അണിനിരന്ന് സത്യത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് കുഴപ്പത്തിലേക്കും വക്കാണത്തിലേക്കും പോകാതെ സമാധാനത്തിന് വേണ്ടിയും സത്യമായ ഐക്യത്തിന് വേണ്ടി, യഥാർത്ഥ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമുന്നതരായ ഉലമാക്കളെ, ആദരണീയരായ സാദാത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരും ധീരരുമായ പ്രവർത്തകരെ, അനുഭാവികളെ, സഹൃദയെ, ഇക്കഴിഞ്ഞ ശവ്വാൽ മാസപ്പിറവി ഉറപ്പിക്കൽ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സുന്നി യുവജന സംഘത്തിന്റെയും സംയുക്ത മഹല്ല് ജമാഅത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ വിശദീകരണ സമ്മേളനത്തിൽ വന്നെത്തിയ നേതാക്കളെയും ആലിമീങ്ങളെയും ബഹുമാന്യരായ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. മാസപ്പിറവി ദൃശ്യമായത് സംബന്ധിച്ച് ദൃശ്യമായ പ്രദേശത്തിന്റെ പരിധിയിലെ ഖാദി അവറുകൾ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂര്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലെ സംയുക്ത ഖാദിമാർ ശവ്വാൽ മാസപ്പിറവി ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനവസരത്തിലും അനാരോഗ്യകരവുമായ രൂപത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനും ശർഈയായ ചില കാര്യങ്ങൾ മാസപ്പിറവി സംബന്ധിച്ചുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമാന്യ ജനത്തെ ബോധവൽക്കരിക്കാനും വേണ്ടിയാണ് ഈ ചടങ്ങ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ദീർഘമായ എന്തെങ്കിലും സംസാരിക്കുക എന്നത് ഈ സമയത്ത് അനൗചിത്യമുണ്ട്. ബഹുമാന്യരായ ആലിമീങ്ങൾ, പ്രത്യേകിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതരായ പണ്ഡിതരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയും
കോഴിക്കോട് ജില്ലാ സംയുക്ത ഖാദിയും കൂടിയായ മൗലാന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ വിശദീകരിക്കാനിരിക്കെ പിറകെ വരുന്ന ബഹുമാന്യരായ പേരോടവരുടെ ഉജ്ജ്വലമായ മുഖ്യ പ്രഭാഷണവും വരാനിരിക്കെ ഈ സമയം കവർന്നെടുക്കുന്നതിലെ അനൗചിത്യത്തെപ്പറ്റി സദസ്സിനോടൊപ്പം ഞാനും നല്ല ബോധവാനാണ്. കൂടുതലൊന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഗോളശാസ്ത്രത്തിന്റെയും ഇതര ശാസ്ത്രശാഖകളുടെയും അടിസ്ഥാനത്തിൽ ശവ്വാൽ മാസപ്പിറവി കഴിഞ്ഞ വെള്ളിയാഴ്ച കാണുകയില്ലെന്ന് നേരത്തെ തീരുമാനിക്കുകയും ശനിയാഴ്ച മാത്രമേ ശവ്വാൽ മാസപ്പിറവി കാണാൻ സാധ്യതയുള്ളൂവെന്നും കേരളത്തിലെ ഒരു കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ഇതേ രൂപത്തിൽ മറ്റൊരു തീരുമാനം ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നത് സാന്ദർഭികമായി ഞാൻ എടുത്തുദ്ധരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതത്ര സ്വീകാര്യയോഗ്യമായ കണക്കല്ലെങ്കിലും ഈ കണക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവയെല്ലാം ശരിയാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിലുപരി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ബോധവും വേണ്ടത്ര വിവരവും ഇല്ലാത്ത രൂപത്തിൽ പത്രമാസികകളും ചില മാധ്യമങ്ങളും വളരെ വലുതായ രൂപത്തിൽ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുമ്പോൾ അതൊന്ന് വിശദീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘം, ഈ സംഘത്തിന്റെ കീഴിൽ ഫിഖ് കൗൺസിലുണ്ട്. ഈ കൗൺസിലിന് കീഴിൽ ആധികാരികമായി പ്രവർത്തിക്കുന്ന ഗോളശാസ്ത്ര പണ്ഡിതന്മാരുടെ ഒരു വിങ് നേരത്തെ തന്നെ ശവ്വാൽ മാസപ്പിറവി കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ കാണാൻ സാധ്യതയില്ലെന്നും ഗോളശാസ്ത്ര ഗണിതശാസ്ത്ര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ജനത്തെ ബോധ്യം ചെയ്തിരുന്നു. അവര് പറയുന്നത് ശവ്വാൽ മാസപ്പിറവി ശനിയാഴ്ച മാത്രമേ ഉണ്ടാവൂ എന്നും അതുകൊണ്ട് തന്നെ അത് ഞായറാഴ്ചയെ പെരുന്നാളാവാൻ സാധ്യതയുള്ളൂവെന്നും നേരത്തെ തന്നെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയുടെ കീഴിലുള്ള ഫിഖ് കൗൺസിൽ നേതൃത്വം നൽകുന്ന ഗോളശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയുണ്ടായി. ഞാനും അത്തരമൊരു കത്ത് നിങ്ങളുടെ മുമ്പിൽ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന വിശാലമായ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ശവ്വാൽ മാസപ്പിറവി വെള്ളിയാഴ്ച അസ്തമിച്ച സമയത്ത് ദൃശ്യമായതിനെ തുടർന്ന് ഖാദിമുൽ ഹറമൈനി വശരീഫൈനി എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ ഫഹദ് രാജാവ് തന്നെ റേഡിയോയിലൂടെയും മറ്റു ദൂരദർശനിലൂടെയും ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായത് ഉറപ്പിക്കുകയും അതടിസ്ഥാനത്തിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടതുകൊണ്ട് വെള്ളിയാഴ്ചയല്ല നേരത്തെ തീരുമാനിച്ചിരുന്ന ഞായറാഴ്ചയുമല്ല, നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ശനിയാഴ്ച പെരുന്നാളായി ഉറപ്പിച്ചിരുന്നു എന്നതും പത്രദ്വാര ഇതര മാധ്യമങ്ങളിലൂടെ മറ്റു മീഡിയകളിലൂടെ നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഗോളശാസ്ത്രത്തിനും ഗണിതശാസ്ത്രത്തിനും ഈ വിഷയത്തിൽ തെറ്റുകൾ സംഭവിക്കാമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് കോഴിക്കോട്ടെ ചില പത്രമാധ്യമങ്ങളോടും അതുപോലെ തന്നെ ചില സംഘടനകളോടും ചില കമ്മിറ്റികളോടും തെറ്റിതിരുത്താനുള്ള ആഹ്വാനത്തോടും അല്ല അപേക്ഷയോടും കൂടിയാണെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന് പറയുന്ന പണ്ഡിത സംഘടന നേതൃത്വം നൽകുന്ന ഫിഖ് കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഫിഖ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ഗോളശാസ്ത്ര പണ്ഡിതരുടെ തീരുമാനത്തിന് വിരുദ്ധമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ശവ്വാൽ മാസപ്പിറവി സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ദൃശ്യമായതുകൊണ്ട് അവിടെ മാസപ്പിറവി ഉറപ്പിക്കുകയും നമ്മെപ്പോലെ തന്നെ ശനിയാഴ്ച ശവ്വാൽ ഒന്നായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും കൂടി മറ്റുള്ളവരുടെ അറിവിലേക്കായി സാന്ദർഭികമായി എടുത്തുദ്ധരിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് വളരെ വിശദമായി മഹാന്മാരായ പണ്ഡിതന്മാരും മഹോന്നതരായ ആലിമീങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കടക്കുകയാണ്. അതിനു മുമ്പായ ഒരു കാര്യവും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഇതേ വേദിയിൽ വെച്ച് സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ
മറ്റന്നാൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഉജ്ജ്വലവാഗ്മിയും യുവപണ്ഡിതനുമായ ബഹുമാന്യരായ കക്കാട് മുഹമ്മദ് ഫൈസി സ്ത്രീ ജുമുഅ ജമാഅത്തിനെ പറ്റി ഇടക്കാലത്ത് പൊന്തി വന്നിരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഭാഷണം നടത്തുന്നു എന്നത് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമേ